ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനമെന്ന ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ്. ഇന്ന് സെപ്റ്റംബർ 12-ാം തീയതി സഭയിൽ നാം ആഘോഷിക്കുന്ന ഒരു തിരുനാളുണ്ട്. അതാണ് മറിയത്തിന്റെ പരിശുദ്ധ നാമം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമുക്ക് വിജയം നൽകുന്ന രണ്ട് പരിശുദ്ധ നാമങ്ങളുണ്ട്. ഒന്ന് യേശു എന്ന നാമം, രണ്ട് മറിയം എന്ന നാമം. ഈ രണ്ട് നാമങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ജീവിതത്തിൽ വിജയം വരിക്കാൻ ഈ നാമങ്ങൾ നമ്മെ സഹായിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു അക്രൈസ്തവൻ ക്യാൻസർ ബാധിച്ച് അതിഭയങ്കരമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നത് അസഭ്യ വാക്കുകൾ പറയും. അയൽവാസികൾക്ക് വഴിയെ പോകുന്നവർക്കൊക്കെ കേൾക്കാൻ പറ്റും. കരച്ചിൽ മാത്രമല്ല, അസഭ്യ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ഒന്ന് കയറി ചെല്ലാനോ ഇദ്ദേഹത്തെ ഒന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ പലരും ധൈര്യപ്പെട്ടില്ല. അവരെയും അസഭ്യ വാക്കുകൾ കൊണ്ട് അവരെ വിഷമിപ്പിക്കും എന്നറിയാമായിരുന്നുകൊണ്ട്. പക്ഷെ ഒരു കത്തോലിക്ക സ്ത്രീ, അവരുടെ ആ ദേശത്തുള്ള ഒരു സ്ത്രീയാണ്, അവരിത് മനസ്സിലാക്കിയിട്ട് ധൈര്യം സംഭരിച്ച് ഒരു ദിവസം അങ്ങോട്ട് കയറി ചെല്ലാൻ തീരുമാനമെടുത്തു. അവരാണെങ്കിൽ പ്രയർ ഗ്രൂപ്പും പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പിൻബലത്തിൽ ഒരു ദിവസം ആ വീട്ടിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തെ കണ്ടു, കുറച്ചു നേരം അദ്ദേഹത്തെ നോക്കിയിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞ ഒരു കാര്യം, സഹോദര, ഇങ്ങേരുടെ ക്യാൻസർ സുഖപ്പെടും എന്നെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഇങ്ങേർക്ക് ഒരുപാട് ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ചെയ്താൽ. അസഭ്യം പറയുന്നതിന് പകരം യേശുവേ എന്ന് ആ യേശുവിൻ്റെ നാമം വിളിക്കുക. ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഏതായാലും ഇദ്ദേഹം തിരിച്ച് അവരെ അസഭ്യമൊന്നും പറഞ്ഞില്ല, തെറിയൊന്നും പറഞ്ഞില്ല. കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് അവർ പോയി. ഇതിനുശേഷം ഇദ്ദേഹം ആവശ്യപ്പെട്ടു ആ സ്ത്രീയെ ഒന്നുകൂടെ കാണണം. കാരണം അദ്ദേഹത്തിനൊരു മാറ്റം, ഒരു സമാധാനം, സന്തോഷം വന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സഹനത്തിൻ്റെ നടുവിലും ഒരു ആശ്വാസം കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം ഇവരെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് പോയപ്പോൾ അവരൊരു ബൈബിളും കൂടെ കൊണ്ടുപോയി. ഇനി അദ്ദേഹം അവരുമായിട്ട് സംസാരിച്ചു. പിന്നീട് ആ ബൈബിൾ അവർ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. അങ്ങനെ ആ ക്യാൻസർ രോഗിയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ സ്ത്രീ പറഞ്ഞത് അവർക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം, ഇടവകപ്പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ഇവരും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള മറ്റു വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുർബാനയിൽ ഇവർ പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്കൊരു ന്യൂസ് കിട്ടി, ഇദ്ദേഹം മരിച്ചു എന്ന്. പക്ഷെ ആ വീട്ടുകാർ പറഞ്ഞ ഒരു കാര്യം ശാന്തമരണമായിരുന്നു. നോക്കി, അങ്ങനെ അസഭ്യവർഷം നടത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ യേശു എന്ന നാമം വിളിക്കാനും ഉരുവിടാനും തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. പ്രിയപ്പെട്ടവരെ, യേശു എന്ന നാമം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ജീവിത വിജയം പകരാൻ ശക്തിയുള്ള നാമങ്ങളാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശുവും മറിയവും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, മറിയത്തിൻ്റെയും ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ക്രിസ്മസ് 25-നും സെപ്റ്റംബർ 8-ാം തീയതി രണ്ടുപേരുടെയും ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരുടെയും സഹന മുഹൂർത്തങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, സഭയിൽ ഒരു സെലിബ്രേഷനായിട്ട് നടത്താറുണ്ട്. യേശുവിൻ്റെ സഹന മുഹൂർത്തം എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളിയാഴ്ച. അതുപോലെ തന്നെ നമ്മൾ വ്യാകുല മാതാവിൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വ്യാകുല മാതാവിൻ്റെ തിരുനാൾ, അതാണ് സെപ്റ്റംബർ 15-ാം തീയതി. വീണ്ടും യേശുവിൻ്റെ സ്വർഗാരോഹണം നമ്മൾ ആഘോഷിക്കുന്നു, മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ യേശുവിൻ്റെ രാജത്വം നമ്മൾ ആഘോഷിക്കുന്നു, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വം നമ്മൾ ആഘോഷിക്കുന്നു. ഇതുപോലെ തന്നെ യേശുവിൻ്റെ നാമം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമം, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള വലിയ ഒരു സാമ്യമാണ്. യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. ദൈവവചനം കൃത്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 4:12, ഈ നാമത്തിലല്ലാതെ മറ്റൊരിടത്തും രക്ഷയില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ പത്രോസ് ഒരു തളർന്നിരുന്നവനോട് പറഞ്ഞ ഒരു കാര്യം, സ്വർണമോ വെള്ളിയോ തരാൻ ഞങ്ങളുടെ കൈവശമില്ല, പക്ഷെ ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമം. ഈ നാമത്തിൽ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അവൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം. ജോയൽ 2:32 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. മത്തായി 1:16 നമ്മൾ കാണുന്നത്, ക്രിസ്തു എന്ന് അവൻ വിളിക്കപ്പെടണം എന്ന് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ദൈവം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. പറയുകൊണ്ട് ദൈവം കൊടുത്ത ഒരു നാമം, അത്ഭുത നാമമാണ് യേശു എന്ന നാമം. അവസാനമായിട്ട് നമുക്ക് മറിയത്തിൻ്റെ നാമത്തെക്കുറിച്ചും അത്യാവശ്യം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു കാര്യമാണ്. ലൂക്കാ 1:28 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ നാമം വിളിച്ച്
ആ നാമത്തെ ബഹുമാനിക്കുന്ന ഗബ്രിയേൽ ദൂതനെ പോലും ഇവിടെ നമ്മൾ കാണുന്നു. ഏർലി ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ഗ്രീക്ക് ഫാദേഴ്സ്, അവരുടെ പഠനം പഠിക്കുമ്പോൾ മറിയം എന്ന നാമത്തിന്റെ ചില അർത്ഥങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബിറ്റർ സീ, കയ്പുള്ള കടൽ, സ്റ്റാർ ഓഫ് ദ സീ, സമുദ്ര താര, ലൈറ്റ് ഗിവർ, പ്രകാശധാര, ദി എൻലൈറ്റൻഡ് വൺ, ആത്മജ്ഞാന പൂരിത. ഇങ്ങനെയുള്ള ഏതാനും കാര്യങ്ങൾ മറിയത്തിന്റെ നാമത്തെക്കുറിച്ച് ഇവർ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, യേശുവിൻ്റെ നാമം പോലെ തന്നെ നമുക്ക് ആദരിക്കാവുന്ന, വിശ്വസിക്കാവുന്ന, സ്നേഹിക്കാവുന്ന നാമമാണ് മറിയത്തിൻ്റെ നാമം. ഈ രണ്ട് നാമം നമുക്ക് ജീവിത വിജയം നൽകുന്ന നാമങ്ങളാണ്. ഈ ബോധ്യത്തോടു കൂടി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മൾ ഇന്ന് പ്രത്യേക നിയോഗമായിട്ട് വെക്കുന്നത്, മരിയഭക്തി ഇല്ലാത്ത വ്യക്തികളുണ്ട്, അതിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവർത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവർത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.